വിദേശത്തുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള വിശദ വിവരങ്ങൾ അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പൊതുവായിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആതുര സേവനം, അതായത് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് അത്ര കണ്ട് ഡെവലപ്ഡ് അല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനോ, ഒരു പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് നമ്മുടെ വേദനയ്ക്കുള്ള ഒരു മരുന്ന് വാങ്ങുന്നതിനോ, കടയിൽ ചെന്ന് ഒരു മരുന്ന് വാങ്ങി കഴിക്കുന്നതിനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പല രാജ്യങ്ങളിലുമുള്ള മൈഗ്രെയിൻ രോഗികൾ ഞങ്ങളോട് പരാതി പറയാറുണ്ട്. ഇത്തരമുള്ള ആളുകൾ പലരും ഞങ്ങളുടെ വീഡിയോകൾ കണ്ടും മറ്റും ഞങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ ഡോക്ടറെ വന്ന് കാണാമെന്നും, ഞങ്ങൾ അടുത്ത വർഷം ഡിസംബറിൽ നാട്ടിലോട്ട് വരുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ പാലക്കാട് വന്ന് ഡോക്ടറെ കാണാമെന്നും പറയുന്ന ആളുകളോട് എനിക്കൊന്നേ പറയാനായിട്ടുള്ളൂ. അത്രയും സമയം നിങ്ങൾ കളയേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഓൺലൈൻ ഫെസിലിറ്റീസും ഓൺലൈൻ കൺസൾട്ടേഷനും കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തി വരികയും ഏകദേശം 36ഓളം രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് മരുന്നുകൾ കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീടിന്റെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനുമായിട്ട് ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കുന്നതിനും നിങ്ങളുടെ വീട്ടിലേക്ക് മരുന്നുകൾ അയച്ചു തരുന്നതിനുമുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സ്ഥാപനം ചെയ്തു വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ എടുത്ത് മരുന്നുകൾ കൊറിയർ മുഖേനയായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് നേരിട്ട് നാട്ടിലേക്ക് അവധിക്കോ മറ്റോ വരുമ്പോൾ പാലക്കാട് നമ്മുടെ ആശുപത്രിയിൽ വന്ന് നേരിട്ട് നമ്മളെ വിസിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഓൺലൈൻ കൺസൾട്ടേഷനിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളും വിശദ വിവരങ്ങളും എല്ലാം അറിയുന്നതിനായിട്ട് വാട്സ്ആപ്പ് നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ വിദേശ രാജ്യങ്ങളിലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങളുടെ രാജ്യത്ത് അത് ഏത് രാജ്യമാണെന്ന് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ രാജ്യത്ത് എത്തരത്തിലാണ് ഹെൽത്ത് കെയർ സിസ്റ്റം പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചും താഴെ കമന്റ് ചെയ്യുമല്ലോ.